മനസ്സിന്റെ ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം, ഒരു പരീക്ഷണം, ഒരു സങ്കടം നമ്മളെ സങ്കടപ്പെടുത്തൂല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ജീവിതം നമുക്കതിന് സാക്ഷിയാ. 25 വയസ്സുള്ള അള്ളാഹുവിന്റെ ഹബീബ് 40 വയസ്സുള്ള ഖദീജ ബീവിയെ കെട്ടുമ്പോ ഇന്നത്തെ പോലെ ചിലർ ചോദിച്ചിരുന്ന ചോദ്യം, മുഹമ്മദേ പ്രായം ചിരി കൂടുതലാ. ഇന്നും നമ്മൾ പറയാറില്ലേ, കല്യാണ പന്തലിൽ വെച്ച് പെണ്ണിനെ ചെറുക്കനേക്കാൾ പ്രായം തോന്നിപ്പിക്കുമ്പോ പല ആളുകളും പറയാറുണ്ട്, ഇത് അധികകാലം മുൻപോട്ട് പോകൂല, പെണ്ണിന് നല്ല പ്രായം തോന്നിപ്പിക്കുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം. പക്ഷേ പ്രവാചകന്റെയും ഖദീജ ബീവിയുടെയും ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഖദീജ ബീവി ധനാഢ്യ, പേരുകെട്ട പണക്കാരിയ, ആദ്യം 2 തവണ വിവാഹമോചിതയാ, ആ കൂട്ടത്തിൽ മക്കളുള്ളവളാ. എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവിയോടൊപ്പം മനോഹരമായി ജീവിച്ചു. ലോകത്തിന്റെ പ്രവാചകന് 40-ാമത്തെ വയസ്സിൽ പടച്ചുറപ്പിന്റെ നുബുവത്തിറങ്ങുമ്പോ ഹിറാ ഗുഹയിൽ ഏകാന്തവാസം ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകനെ ഒരു തർക്കുത്തരം പറയാതെ ഖദീജ ബീവി സഹായിച്ചു, ഭക്ഷണം എത്തിച്ചു കൊടുത്തു, പ്രിയപ്പെട്ടവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പേടിച്ച 2 ഓടി വന്നപ്പം പിടിച്ചു മടിയിൽ കിടത്തി അള്ളാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചു. തന്റെ 25 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു കല്ലുകടി പോലും ആ പ്രവാചകന്റെയും ഖദീജ ബീവിന്റെയും ജീവിതത്തിൽ ഉണ്ടായില്ല. എന്തുകൊണ്ടാണെന്നറിയോ? 2 പേരുടെയും ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമായിരുന്നു. എനിക്കെന്റെ പ്രവാചകനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് ഖദീജ ബീവിയും, എനിക്കെന്റെ ഖദീജാനെ സ്വർഗത്തിലെത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും ഒരുമിച്ച് ചിന്തിച്ചപ്പം ലോകം കണ്ട ഏറ്റവും മനോഹരമായ ജീവിതം അള്ളാഹുവിന്റെ പ്രവാചകന് ജീവിക്കാൻ സാധിച്ചു. ഏറ്റവും ഭംഗിയിൽ ജീവിക്കാൻ സാധിച്ചു. അതുകൊണ്ടാ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ വീട്ടിൽ അന്തി ഉറങ്ങുമ്പോ ഒരു നട്ടപ്പാതിര നേരത്ത് ആയിഷ ബീവി തന്റെ ഈത്തപ്പന ഓലയിൽ കിടക്കുന്ന പ്രവാചകനെ കൈകൊണ്ട് തടവി നോക്കി. അള്ളാഹുവിന്റെ റസൂലിനെ അടുത്ത് കാണാനില്ല. എവിടേക്കാ ഈ രാത്രി റസൂല് പോയതെന്നറിയാൻ ദേഷ്യത്തോടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി. ആ മുറ്റത്ത് ഇരുട്ടിന്റെ മറവിൽ ഒരൽപ്പ വെളിച്ചത്തിൽ ആയിഷ ബീവി കണ്ടൊരു കാഴ്ചണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മദീനത്തെ തന്റെ വീട്ടിന്റെ മുറ്റത്ത് കൊത്തിപ്പിടിച്ച് കരയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശബ്ദം പുറത്തു വരാത്ത നിലക്ക് ശബ്ദം അടക്കി പിടിച്ച് റസൂല് കരയുന്നത് കണ്ടപ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ തോളത്ത് കൈവച്ച് ചോദിച്ചു, എന്താ നബിയേ, എന്താ അങ്ങക്കൊരു സങ്കടം? അള്ളാഹുവിന്റെ പ്രവാചകൻ കയ്യെടുത്ത് മാറ്റി വിങ്ങിപ്പൊട്ടിയിട്ട് പറഞ്ഞു, ആയിഷ, ഞാൻ എന്റെ ഖദീജാനെ സ്വപ്നം കണ്ടു. എനിക്ക് എന്റെ ഖദീജാനെ സ്വപ്നം കാണാൻ പറ്റിയ ആയിഷ. ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഒരു പെണ്ണിന്റെ സ്വാഭാവികമായ ഒരു ദേഷ്യത്തോടു കൂടി ചോദിച്ചു, അള്ളാഹുവിന്റെ നബിയെ, നിങ്ങൾക്ക് ഇപ്പോഴും ഇഷ്ടാണോ ഖദീജാനെ? ആ കിളവിയെ എന്തിനാ റസൂലെ നിങ്ങൾ ഇത്ര സ്നേഹിച്ച്? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ വേദനക്കിടയിലും ആയിഷ ബീവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആയിഷ, നിനക്ക് എന്റെ ഖദീജയെ അറിയാഞ്ഞിട്ടാ? മക്കക്കാര് കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ചപ്പം ഞാൻ തോറ്റുപോയിട്ടില്ല ആയിഷ. മക്കക്കാർ അബൂ ത്വാലിബിന്റെ താഴ്വരയിൽ പട്ടിണി കിട്ടപ്പം ഞാൻ പതറിയിട്ടില്ല ആയിഷ. പട്ടിണിയോടെ സങ്കടങ്ങളുമായി ജീവിക്കുമ്പം ഏകാന്തവാസത്തിന്റെ ഹിറാ ഗുഹയിൽ പോലും എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് ധൈര്യം തന്നൊരു പേരുണ്ടെങ്കിൽ അതെന്റെ ഖദീജയാണ് ആയിഷ എന്ന് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ഓരോ ഇണകളോടും ഭാര്യാഭർത്താക്കന്മാരോടും പറയാനുള്ളത്, 2 പേരുടെയും ലക്ഷ്യം റബ്ബിന്റെ സ്വർഗമാണെങ്കിൽ ജീവിതം മനോഹര, പട്ടിണി കിടന്നാലും മനോഹര, പരീക്ഷണങ്ങളാണെങ്കിലും മനോഹര. അതുകൊണ്ടല്ലേ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ഫാത്തിമ ബീവി മരണപ്പെട്ടപ്പം ഫാത്തിമ ബീവിയുടെ മയ്യത്ത് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അലി ഇബ്നു അബീ ത്വാലിബ് തിരിഞ്ഞൊരു നടത്തം നടക്കുന്നുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ നടത്തം കണ്ട സഹാബത്ത് പിന്നാലെ കൂടി. വെറുപ്പോ ദേഷ്യമോ എന്നറിയാതെ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിന്റെ മറമാടലും കഴിഞ്ഞ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി. ആകാശത്തേക്ക് കൈകളുയർത്തി അലി ഇബ്നു അബീ ത്വാലിബ് പരാതി പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബേ, ഫാത്തിമ പോയതിലല്ല എന്റെ ദുഃഖം, ഫാത്തിമയില്ലാതെ ഈ ലോകത്ത് ജീവിക്കുന്ന വേദന അതൊരു വല്ലാത്ത വേദനയാണ് റബ്ബേ. ഫാത്തിമ, നീ ഇല്ലാത്ത ദുനിയാവ് എത്രമാത്രം വേദനയാണ് ഫാത്തിമ എന്ന് മരണാനന്തരം അലി ഇബ്നു അബീ ത്വാലിബ് കരയുന്നുണ്ടെങ്കിൽ അവർക്ക് പണമില്ല, അവർക്ക് സൗകര്യങ്ങളില്ല, വയറു നിറച്ചൊരു ഭക്ഷണം കിട്ടിയിട്ടില്ല, ഒരു റൊട്ടിക്കഷണം കൊണ്ട് രാവും പകലും അവർ നേരം വെളുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, കുടുംബത്തിന്റെ ഭംഗി പരസ്പരം ഒരേ ലക്ഷ്യത്തിലേക്ക് സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുക എന്നുള്ളതാ. ആ ലക്ഷ്യമുണ്ടെങ്കിൽ ഒന്നും നമ്മളെ തളർത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അതിനെന്ത് വേണം? നല്ലൊരു മനസ്സുള്ള ഭർത്താവാകണം, നല്ല മനസ്സുള്ള ഒരു ഭാര്യയാവണം. ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ സ്വഭാവമാ. ആളുകൾക്ക് നല്ല വ്യക്തിയാ, നാട്ടിൽ പോരാ, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഖബറൊരിക്കലും പടച്ചറപ്പ് വെളുപ്പിച്ച് നൽകില്ല. നന്മണ്ട പള്ളിയിൽ എന്റെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് 10,000 മയ്യത്ത് നിസ്കരിക്കാൻ വന്നാലോ, ഇടവണ്ണ വലിയ പള്ളിയിലോ പത്തപ്പെരിയം വലിയ പള്ളിയിലോ നാടൊട്ടുക്കും മയ്യത്ത് നിസ്കരിക്കാൻ പരക്കം പാഞ്ഞ് ജനങ്ങൾ വന്നാലും എന്റെ വില അള്ളാഹു നിശ്ചയിക്കുന്നത് എന്റെ പെണ്ണിനോട് ചോദിച്ചിട്ടാണെങ്കിൽ, ഒരു മനുഷ്യന് ഈ ലോകത്ത് നേടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാ. നാട്ടുകാർക്കിടയിൽ നല്ലവനായാൽ പോരാ, കെട്ടിയ പെണ്ണിന്റെ മുൻപിൽ നല്ലവനാകാൻ പറ്റണം. എന്റെ വില തീരുമാനിക്കേണ്ടത് എന്റെ ഭാര്യയാണെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ സാധിക്കണം.